നൽകുന്നുണ്ട്. വാർത്ത ഇതാണ്. കുവൈറ്റിൽ ബാങ്കിനെ കബളിപ്പിച്ച് 700 കോടി തട്ടി മലയാളികൾ. 1425 മലയാളികൾക്കെതിരെ അന്വേഷണം തുടങ്ങി. തട്ടിപ്പ് നടത്തിയവരിൽ 700 മലയാളി നഴ്സുമാരും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ബാങ്കിൽ നിന്ന് കോടികൾ ലോൺ എടുത്ത ശേഷം മറ്റു രാജ്യങ്ങളിലേക്ക് മുങ്ങിയാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ബാങ്കിന്റെ പരാതിയിൽ കേരളത്തിൽ ഇതുവരെ 10 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജോഷി കുര്യൻ വിശദവിവരങ്ങളുമായി ചേരുന്നു. ജോഷി, ഞെട്ടിക്കുന്ന തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഈ പുറത്തു വരുന്നത്. എന്താണ് കൂടുതൽ മനസ്സിലാക്കുന്നത്? രജനി, കൃത്യമായി പറഞ്ഞാൽ ഒരു മാസം മുമ്പാണ് നമുക്കിത് സംബന്ധിച്ച ചില സൂചനകൾ കിട്ടുന്നത്. അതായത് ഗൾഫിൽ നിന്ന്, കുവൈറ്റിൽ നിന്ന് ചില അറബികളടക്കമുള്ള ആളുകൾ, അവിടുത്തെ പൌരന്മാരടക്കമുള്ള ആളുകൾ അവിടുത്തെ ബാങ്കിനെ മലയാളികളടക്കമുള്ളവർ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കുറച്ച് ഉദ്യോഗസ്ഥർ, ബാങ്കിലെ ഉദ്യോഗസ്ഥർ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു വിവരം. നാം കൊച്ചി പോലീസിനെ ഒക്കെ തന്നെ അന്വേഷിച്ചിരുന്നു. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ മാസം 5-ാം തീയതി, നവംബർ മാസം 5-ാം തീയതി കുവൈറ്റിലുള്ള ഗൾഫ് ബാങ്ക് കുവൈറ്റിന്റെ ഉദ്യോഗസ്ഥർ, അതിന്റെ സീനിയർ ജനറൽ മാനേജർ അടക്കമുള്ള ആളുകൾ തിരുവനന്തപുരത്തെത്തുകയും സംസ്ഥാന ADGP മനോജ് എബ്രഹാമിനെ കാണുകയും ചെയ്തു. അതിനുശേഷം അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം 1425 മലയാളികൾ ഈ ബാങ്കിനെ കബളിപ്പിച്ചുകൊണ്ട് പോയിരിക്കുന്നു. അതായത് കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന 1425 മലയാളികൾ ഈ ബാങ്കിനെ കബളിപ്പിച്ചുകൊണ്ട് 700 കോടി രൂപ കബളിപ്പിച്ചുകൊണ്ട് പോയിരിക്കുന്നു. 2020 മുതൽ 2022 വരെയുള്ള കോവിഡ് കാലത്താണ് ഈ തട്ടിപ്പ് അത്രയും നടന്നത് എന്നുള്ളതാണ് ഇവർ സംസ്ഥാന പോലീസിനെ അറിയിച്ചത്. ഇതിൽ 700 പേർ, ഈ 1425-ൽ 700ഓളം പേർ കുവൈറ്റിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നഴ്സുമാരായി ജോലി ചെയ്യുന്നവർ ആണ് എന്നുള്ളതായിരുന്നു ഇവർ അറിയിച്ചിരുന്നത്. അവരുടെ വിലാസമൊക്കെ തന്നെ കൈമാറിയിരുന്നു. ഇതിൽ 700ഓളം പേർ കുവൈറ്റിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നഴ്സുമാരായി ജോലി ചെയ്യുന്നവരാണ്. ബാക്കിയുള്ളവരൊക്കെ തന്നെ കുവൈറ്റിലെ സർക്കാർ ഉദ്യോഗ